വെൽക്കം ടു റിയൽ അക്കൗണ്ട്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എങ്ങനെയാണ് നമ്മൾ ടാലി ERP9 സിംഗിൾ എൻട്രി മോഡും ഡബിൾ എൻട്രി മോഡും തമ്മിൽ മാറ്റുന്നതും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമ്മൾ അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യപ്പെടുക. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന നോർമൽ ട്രാൻസാക്ഷൻസ് നമ്മൾ എൻട്രി ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യൂസ് വരിക. അപ്പം അത് എവിടെയാണ് നമ്മൾ ടാലി ERP9 അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ അക്കൗണ്ട്സ് ഇൻഫോയും ഇൻവെൻട്രി ഇൻഫോയും ഒക്കെ ഐറ്റം ക്രിയേഷനും ലെഡ്ജർ ക്രിയേഷനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയ ആണ്. അപ്പം നമ്മൾ ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്ഷനിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുക. അപ്പോൾ ഞാൻ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ എൻട്രി ചെയ്ത് ഞാനത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഏരിയയാണ്, ഇതുപോലെ ഒരു പേജാണ് നമുക്ക് തുറന്നു വരിക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് പല പല വൗച്ചേഴ്സുകൾ കാണാൻ സാധിക്കും. കോൺട്രാ, റെസീപ്റ്റ്, ജേണൽ, ഇതിലൊക്കെ ക്ലിക്ക് ചെയ്ത് അതാത് വൗച്ചേഴ്സ് ഓപ്പണായി വരും. ഓപ്പണായി വരുന്നത് കളറ് ഡൗൺ ആയിപ്പോവും, ഡള്ളായിപ്പോവും. നിങ്ങൾക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇതിപ്പം റെസിപ്റ്റ് ഡള്ളായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡ് കോർണറിൽ മൗസ് പോയിന്റ് ചെയ്യുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് റെസിപ്റ്റ് വൗച്ചറാണ്. ഇപ്പം നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് വൗച്ചറാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കോളൂ. പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറഞ്ഞ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് വൗച്ചേഴ്സ് തമ്മിൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് സിംഗിൾ എൻട്രി മോഡാണോ ഡബിൾ എൻട്രി മോഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സിംഗിൾ എൻട്രി മോഡാണ്. അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഞാനൊരു ട്രാൻസാക്ഷൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് മുകേഷ് ക്യാപിറ്റൽ, അതായത് ക്യാഷ് റിസീവ്ഡ് ഫ്രം മുകേഷ് ക്യാപിറ്റൽ, അതായത് മുകേഷ് എന്ന് പറയുന്ന പാർട്ട്ണർ ക്യാപിറ്റലായിട്ട് ഒരു 50,000 റുപ്പീസ് തന്നു. ആ എൻട്രിയാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് റെസിപ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്യാഷ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നത്. അവിടെ ക്യാഷ് എന്ന് കൊടുക്കുന്നു. താഴെ നമ്മൾ മുകേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് 50,000 ഒറ്റ എമൗണ്ട് അടിക്കാനായിട്ട് ഇവിടെ നമുക്ക് ഒറ്റ സ്പേസേ കിട്ടുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. സിംഗിൾ എൻട്രി മോഡിൻ്റെ മെയിൻ പ്രത്യേകത അതാണ്. ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെയൊന്നും കാണില്ല. എന്നിട്ട് നമ്മൾ എൻ്റർ അടിച്ച് നമ്മളത് ലോഡിങ് ടൈമാണ്. എൻ്റർ അടിച്ചത് നമ്മൾ സേവ് ചെയ്യും. എന്നിട്ട് ഇവിടെ നമുക്ക് നരേഷൻ എഴുതാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം മുകേഷ് ആസ് ക്യാപിറ്റൽ. ഇങ്ങനെ നമ്മൾ എൻ്റർ അടിച്ചിട്ട് യെസ് ചെയ്ത് നമ്മളത് സേവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സിംഗിൾ എൻട്രി മോഡിൽ എൻട്രി ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ സിംഗിൾ എൻട്രി മോഡ് കിട്ടുന്ന 3 മോഡുകൾ, ഒന്ന് കോൺട്രായിൽ കിട്ടും, പേയ്മെൻറ്റിൽ കിട്ടും, റെസിപ്റ്റിൽ ആണ് ജനറലി ബേസിക്കലി നമുക്ക് സിംഗിൾ എൻട്രി മോഡ് ടാലി തരുന്നത്. ബാക്കിയുള്ള മോഡുകളിൽ ബാക്കിയുള്ള വൗച്ചേഴ്സിൽ നമ്മൾ ആ വൗച്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ല അതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞങ്ങളത് പറഞ്ഞുതരാം. എന്താണ് അതിൻ്റെ പ്രത്യേകത കാര്യങ്ങൾ, പർച്ചേസിൻ്റെ സെയിലിൻ്റെ ഒക്കെ നമ്മൾ ആ ഒരു വൗച്ചേഴ്സ് പ്രത്യേകം പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ മെയിനായിട്ട് കോൺട്രാ, പേയ്മെൻറ്റ്, റെസിപ്റ്റ് ഇതിലാണ് ടാലി തുടക്കത്തിലേ നമുക്ക് സിംഗിൾ എൻട്രി മോഡിൻ്റെ ഓപ്ഷൻ തരുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി സിംഗിൾ എൻട്രി മോഡിൽ ഞാൻ ഒരെണ്ണം ചെയ്തു. ഇനി ഞാനൊരു പേയ്മെൻറ്റ് വൗച്ചറിൽ ഡബിൾ എൻട്രി അല്ലെങ്കിൽ സിംഗിൾ എൻട്രി റെസിപ്റ്റ് തന്നെ നമുക്കൊന്നും കൂടെ ചെയ്യാം. ഇതിനെ എങ്ങനെ ഡബിൾ എൻട്രി മോഡിലേക്ക് മാറ്റാം? അത് മാറ്റുന്നത് താഴെ F12 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ കോർണറിൽ കോൺഫിഗറേഷൻ. ഇത് ഓരോ വൗച്ചേഴ്സിലും പേയ്മെൻറ്റിൽ കിട്ടുന്ന കോൺഫിഗറേഷൻ ആയിരിക്കില്ല റെസിപ്റ്റിൽ. ഓരോ സ്ഥലത്തും അതാത് സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള കോൺഫിഗറേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ ഇപ്പം റെസിപ്റ്റിൽ ഞാൻ F12 ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം കുറേ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് വേണ്ടത് സിംഗിൾ എൻട്രി മോഡ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് യൂസ് സിംഗിൾ എൻട്രി മോഡ് ഫോർ പേയ്മെൻറ്റ് കോൺട്രാ റെസിപ്റ്റ് വൗച്ചേഴ്സ് എന്നുള്ളത് യെസ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. അത് നമ്മളിവിടെ നോ ആക്കുവാണ്. നോ ആക്കിയിട്ട് ഞാനിത് Ctrl A ചെയ്ത് സേവ് ചെയ്തു. എന്നിട്ടൊന്ന് ബാക്ക് അടിച്ച് വരണം. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് യെസ് എടുക്കുന്നു. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഇത് 2 ഇപ്പം നമ്മൾ റെസിപ്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെയാണ് ഇവിടെ 2 എന്നൊക്കെ പറഞ്ഞാൽ വരിക. 2 എന്ന് അപ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും F12 തന്നെ എടുക്കുക. F12 എടുത്തിട്ട് താഴെ എൻ്റർ അടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം യൂസ് ഡെബിറ്റ് ക്രെഡിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടു ആൻഡ് ബൈ ഡ്യൂറിങ് എൻട്രി. അപ്പം നമ്മളത് യെസ് ആക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും Ctrl A അടിക്കുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പം വന്ന മാറ്റം കണ്ടോ? അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ഞാൻ ഓപ്പൺ ചെയ്തു.
ക്രെഡിറ്റ്. അപ്പം നമ്മൾ ഇതിൻ്റെ എൻട്രി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു മുകേഷ് ക്യാപിറ്റൽ. അപ്പോൾ മുകേഷ് ക്യാപിറ്റൽ അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഒരു 60,000 രൂപ ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷിനെയാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ ബാങ്ക് വേണമെങ്കിൽ ബാങ്ക് എന്ന് മാറ്റി കൊടുത്താൽ ബാങ്കിലേക്ക് ഡെബിറ്റ് ചെയ്യാം. ഇത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഞാനതൊന്നും എൻ്റർ ചെയ്യുന്നില്ല. ഞാനത് ചെക്കിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നത്, അവിടെ ഒന്നും എൻ്റർ ചെയ്യുന്നില്ല. ഞാനൊരു നരേഷൻ എടുക്കുന്നു. ബാങ്ക് ട്രാൻസ്ഫർ റിസീവ്ഡ് ഫ്രം മുകേഷ് ആസ് ക്യാപിറ്റൽ. നരേഷൻ വന്നില്ല, സോറി, ടൈപ്പ് ചെയ്ത് വ്യത്യാസപ്പെട്ടു പോയി. അപ്പം ഇവിടെയും നമ്മൾ എമൗണ്ട് ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ടാലി സേവ് ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ നരേഷൻ നമ്മൾ ഇഷ്ടമുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് ഡെബിറ്റ് ഇത് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സേവ് ചെയ്യാം. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ സിംഗിൾ എൻട്രി മോഡായിട്ടുള്ള വൗച്ചറിനെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അത് കോൺഫിഗറേഷനിലാണ് നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് കിട്ടുന്നത്. ഇത് വീണ്ടും സിംഗിൾ എൻട്രി മോഡിലേക്ക് മാറ്റണമെങ്കിൽ FW പോകുന്നു. യൂസ് സിംഗിൾ എൻട്രി മോഡ് എന്നുള്ളിടത്ത് നമ്മൾ വീണ്ടും യെസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് അടിച്ചു കണ്ടോ, വീണ്ടും അത് മാറി. ഇനി നമുക്കത് റിവേർട്ട് ചെയ്യണം. നമുക്ക് ഡബിൾ എൻട്രി മോഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, യൂസ് സിംഗിൾ എൻട്രി മോഡ് എന്നുള്ളത് നോ ആക്കി കൊടുക്കണം, കൺട്രോൾ അടിക്കണം, സേവ് ചെയ്യും. വീണ്ടും അക്കൗണ്ടിങ് വൗച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു പേയ്മെൻറ്റ് വൗച്ചർ എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. നമുക്ക് ഞാനൊരു റെൻറ്റ് പെയ്ഡ് ഫ്രം ക്യാഷ് എന്ന് പറഞ്ഞുള്ളൊരു എൻട്രിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ റെൻ്റ് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്.